രേവതിക്കുട്ടിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അലീന വെച്ചിരുന്ന പില്ലോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ, നീ വെച്ച മോളെ, നിനക്കും കിടക്കണ്ടേ, സമയമൊക്കെ ഒരുപാടായി എന്ന് പറയും. അപ്പോൾ എന്തായാലും രേവതിക്കുട്ടി പില്ലോ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി എനിക്കിന്നൊരു കഥ പറഞ്ഞു തരണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ ചെറിയ കുട്ടിയാണോ കഥ പറഞ്ഞു തരാൻ? നിനക്ക് ഞാൻ ഒരുപാട് കഥയൊക്കെ പറഞ്ഞു തന്നും പാട്ട് പാടിയൊക്കെ നിന്നെ ഞാൻ ഉറക്കിയിട്ടുണ്ട്, അതൊക്കെ ഒരു കാലം എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ചേച്ചിയുടെ കഥ എന്തായാലും എനിക്കിന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട്, അന്ന് പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചേച്ചി എന്നോട് വിശദമായിട്ട് പറഞ്ഞില്ലല്ലോ, ഹരിശങ്കറും രോഹിത്തും കൂടെ ആക്രമിക്കാൻ വന്നു എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അപ്പോൾ ഇങ്ങനെ സ്വയം ഇങ്ങനെ കത്രിക എടുത്ത് കുത്തിയതാണെന്നും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താ അന്ന് നടന്നത് എന്നോട് വിശദമായിട്ട് പറയുമെന്ന് പറയട്ടോ. ഞാനും അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം അലീന രേവതിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ രേവതിക്കുട്ടിക്ക് തന്നെ ആകെ വല്ലാതെ ആവുന്നുണ്ട്. ശരീരം വിറയ്ക്കുകയാണ് ചേച്ചി, ചേച്ചി ഒരുപാട് സഹിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി അങ്ങനെ കത്രിക എടുത്ത് കുത്തിയപ്പോൾ അങ്ങനെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അപ്പം അങ്ങ് ചത്തു പോയാൽ മതി എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിലോ, ചേച്ചി എന്നിട്ട് ഇതെന്താ ആരോടും പറയാതിരുന്നത്, ശരിക്കും ഇത് പോലീസിനോട് പറയണമായിരുന്നു, അവർക്ക് നല്ല ശിക്ഷയും കിട്ടണമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, ഞാൻ കാരണം അവരുടെ ജീവിതം തകരാൻ പാടില്ല എന്നാണ് അലീന പറയുന്നത്, ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പം മനുവേട്ടനോട് മാത്രം പറഞ്ഞാൽ പോരാ, സാറിനോടും പറയണം, ബാലചന്ദ്രൻ സാറിനോടും പറയണം എന്ന് രേവതിക്കുട്ടി പറയുകയാണ് കേട്ടോ. അലീന പറയും, സാറിനോട് പറയണോ മാഡത്തിനോട് പറയണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും അവനോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സാറിനോടോ മാഡത്തിനോടോ പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും പറയുകയാണ്, ഇനിയും അവർക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ചേച്ചി അവിടെ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതും ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ് കേട്ടോ. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും അലീനനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ സഹിച്ചുകൊണ്ടാണല്ലോ അലീന അവിടെ നിൽക്കുന്നതെന്നുള്ളൊരു വിഷമം രേവതിക്കുട്ടിക്കും ഉണ്ട്. പിന്നീട് മുത്തശ്ശീനെയാണ് അലീന ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, ഞാനിപ്പോൾ ഒരു കാര്യത്തിന് നിർബന്ധം പിടിക്കാറില്ല, മരുന്ന് തന്നാൽ കഴിക്കും, അതുപോലെ തന്നെ ഭക്ഷണം ഇതുവരെ വൈദ്യം അങ്ങനെ മുടക്കിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയുടെ കാര്യം പറയുമ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അവളെപ്പോലെ വീട് നോക്കാനും അതുപോലെ തന്നെ രോഗീനെ പരിചരിക്കാനും അറിയാവുന്നവർ ഉണ്ടാവുമോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, അപ്പോൾ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളായല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, അതിനെ കൊണ്ട് ഉടനെ ഒന്നും ജോലി എടുപ്പിക്കരുത് കേട്ടോ, വൈജയനോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം, അവൾ വന്ന ഉടനെ വീടെടുത്ത് തലയിൽ വെച്ച് കൊടുക്കണ്ട എന്നുള്ളതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ മുത്തശ്ശീനോടും പറയുന്നുണ്ട് കേട്ടോ, അമ്മയും കൂടെ വൈജയനോടൊന്ന് പറഞ്ഞേക്കെന്ന് പറയേ. എന്തായാലും അലീനയ്ക്ക് നല്ല ഒരാഴ്ചയെങ്കിലും നല്ല റെസ്റ്റ് കൊടുക്കണം എന്നാണ് കേട്ടോ മുത്തശ്ശിയും പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് മനു അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നായിരുന്നല്ലോ എന്ന് ചോദിക്കും. അത് ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് അതിൻ്റെ ഒന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ ടച്ച് ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ അത്യാവശ്യം വേണ്ട ആപ്പുകളൊക്കെ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം കേട്ടോ എന്ന് പറയും. അലീന വന്നാലെല്ലാം പഠിപ്പിച്ച് തന്നോളും എന്ന് പറയുമ്പോൾ, അവൾ വരട്ടെ എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണേ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ പോകാനുള്ളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയുടെ ബാഗ് കണ്ടിട്ട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെ ഈ ബാഗ് അവർ വാങ്ങിച്ചു തന്നാണോ എന്ന് ചോദിക്കും. അതെ, ഇതെനിക്ക് ആൻറ്റി വാങ്ങിച്ചു തന്നതാണ്, ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ടൂറൊക്കെ പോകുമല്ലോ, അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി വാങ്ങിച്ചു തന്നാണെന്ന് പറയും. നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് കൊണ്ടുപോയി കാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാഗൊക്കെ. അപ്പോൾ ഇതിൽ 4 അറയുണ്ട്, ഓരോന്നിലും ഓരോ സാധനങ്ങൾ വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ചേച്ചിക്ക് വേണമെങ്കിൽ ഇതെടുത്തോ, ഞാൻ അവരെ കൊണ്ട് വേറെ വാങ്ങിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ, അത് ശരിയല്ല മോളെ, നമ്മളിങ്ങനെ അവരെ കൊണ്ട് ഇങ്ങനെ മുതലെടുപ്പിക്കുകയാണെന്ന് അവർക്ക് തോന്നരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അവർക്ക് ഇങ്ങനെ അതൊന്നും തോന്നില്ലേ ചേച്ചി, നമ്മൾ അവരോട് എന്തെങ്കിലും വേണമെന്ന് പറയുന്നതാണ് അവർക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്നാലും വേണ്ട എന്ന് പറയൂ കേട്ടോ. പിന്നീട് അലീനനെ അവിടെ വിട്ടിട്ട് പോകാനാണെങ്കിൽ രേവതിക്കുട്ടിക്ക് നല്ല വിഷമമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗ്രേസമ്മയും അതുപോലെ തന്നെ മാമച്ചായനും കൂടെ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇതുവരെ സംസാരിച്ച് കഴിഞ്ഞില്ലേന്ന്. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിതാ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉറുമ്പ് കടിച്ച കാര്യം പോലും ഞങ്ങൾ വിട്ടു പോവില്ല എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും കേട്ടോ.
പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം അന്ന് എന്താ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അത് ഞാൻ ആൻറ്റീനോട് പിന്നെ പറയാം എന്നാണ് കേട്ടോ അലീന പറയുന്നത്. പിന്നെ വിളിക്കുമ്പോൾ പറയാമെന്നാണ് അലീന പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കാട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സമാധാനം എന്താണെന്നറിയോ, എനിക്ക് ആരെന്നെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ദിവസം വന്നിങ്ങനെ കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീട് ഉണ്ടല്ലോ, അതോർത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഒരു ദിവസമല്ല ഒരു മാസമല്ല എത്ര ദിവസം വേണേലും അവിടെ നിൽക്കാം, നിനക്ക് ഇഷ്ടമുള്ള അത്രയും നിൽക്കാം എന്ന് പറയൂ കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അവരൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഗ്രേസമ്മ ഒക്കെ അങ്ങ് പുറത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ മാമച്ചായനാണെങ്കിലും പോക്കറ്റിൽ നിന്നൊരു കവർ എടുത്തിട്ട് അലീനയുടെ പില്ലോടെ അടിയിലേക്ക് അങ്ങ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന ചോദിക്കും, എന്താ അങ്കിളെ അതെന്ന്? അതൊരു ബോംബാണെന്ന് പറയട്ടോ. അപ്പോൾ ബോംബോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ അതെ അതൊരു ബോംബാണ്, ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് പൊട്ടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ യാത്രയൊക്കെ പറഞ്ഞങ്ങ് പോകും കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിലും പോവാൻ അങ്ങ് ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് അലീനേനെ ഇങ്ങനെ നോക്കുമ്പോൾ അലീന ഒരു ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അലീന മാമച്ചായം വെച്ചിട്ടുണ്ടായിരുന്ന ആ കവർ അങ്ങ് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ കുറച്ചധികം തന്നെ ക്യാഷ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും അതും കൂടെ കണ്ടപ്പോൾ നല്ല സങ്കടമാവുന്നുണ്ട്. അതിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കമലേനെയാണ് കാണിക്കുന്നത്. കമലയാണെങ്കിൽ ആകെ അങ്ങനെ ദേഷ്യത്തിലും വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഹരിയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയട്ടോ. അതിലങ്ങ് തുടങ്ങും കമല, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്, അവൻ ക്ലാസ്സും കട്ട് ചെയ്ത് കടപ്പാട്ടൂരിലേക്ക് പോയിരിക്കുന്നു, അവൾക്ക് ഇങ്ങനെ മയക്കുമരുന്നിൽ ജ്യൂസും കലക്കി കൊടുത്ത് എന്തൊക്കെയാണ് നീ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹരിയാണെങ്കിലും പറയുകയാണ്, ഞാനല്ല ഇതൊന്നും പ്ലാൻ ചെയ്തത്, എല്ലാം രോഹിത്താണ് പ്ലാൻ ചെയ്തത്, മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തിയതും ഒക്കെ അവൻ തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ അവൻ ക്ലാസ് കട്ട് ചെയ്ത് അങ്ങോട്ട് വരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനൊരു സീൻ ഉണ്ടാക്കാം, നീ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അവനാണ് അലീനെ വിളിച്ച് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞതും മയക്കുമരുന്ന് അതിൽ കലർത്തിയതൊക്കെ എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് മനു അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുമ്പോൾ അത് പിന്നെ മനുവേട്ടൻ അങ്ങനെയല്ലേ പറയുള്ളൂ, എന്നെപ്പോലെ മനുവേട്ടനൊന്നും അറിയില്ലല്ലോ എന്ന് പറയും കേട്ടോ. അലീന അങ്ങനെ മനുവേട്ടനോട് പറഞ്ഞ കാര്യങ്ങളല്ലേ മനുവേട്ടനെ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ് സത്യം, ഇതെല്ലാം പ്ലാൻ ചെയ്തത് രോഹിത് തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ വൈജയന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം, അവളാണെങ്കിൽ വലിയ ബാങ്ക് മാനേജറാണെന്ന് പറഞ്ഞ് നടക്കല്ലേ, അവളും കൂടെ അറിയട്ടെ പുത്രമാഹാത്മ്യം എന്നും അറിയൂട്ടോ. അപ്പോൾ അമ്മേ വൈജയന്തിനോട് പറയല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആ വീട്ടിൽ കയറാൻ പറ്റില്ല, അങ്കിള് പിന്നെ എന്നെ ആ വീട്ടിൽ കയറ്റില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവനും കൂടെ കിട്ടേണ്ടതല്ലേ നീ ഒറ്റയ്ക്ക് വാങ്ങിച്ചെടുത്തത്, അപ്പോൾ അവനും കൂടെ കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അതെല്ലാം സഹിച്ചു, മനുവേട്ടനാണെങ്കിലും എന്നെ പേപ്പട്ടീനെ തല്ലുന്ന പോലെയൊക്കെയാണ് തല്ലിയത്, ദേഹം ഒന്നും അനക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമല്ല, അമ്മ പറയരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ വൈജയന്തിനോട് പറയില്ലല്ലോ എന്ന്. കമല അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച ശേഷം ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ഹരിക്കൊരു സമാധാനമാവുന്നത്. അപ്പോൾ അലീനയാണെങ്കിലും പോലീസിനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടും ഇപ്പോൾ ജയിലിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മനു ആയിരിക്കും അവളോട് പോലീസിനോട് പറയണ്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഹരിനോട് സംസാരിക്കുമ്പോൾ തന്നെ കമല പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മനുവേട്ടന് എന്താ നടന്നതെന്ന് ഇങ്ങനെ കൃത്യമായിട്ട് അറിയില്ലല്ലോ എന്നെപ്പോലെ, അപ്പോൾ ഇതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഹരി ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. രോഹിത് തന്നെയാണ് ക്യാപ്സ്യൂൾ വാങ്ങിയതും മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തിയതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കുറ്റവും അങ്ങ് ഹരിയുടെ തലയിലേക്ക് ഇടുക, ഹരിയുടെ അല്ല രോഹിത്തിൻ്റെ തലയിലേക്ക് ഇടുകയാണ് കേട്ടോ ഹരി. കമലയാണെങ്കിലും ഹരി പറഞ്ഞതെല്ലാം വിശ്വസിച്ച മട്ടാണ് കേട്ടോ. എന്നിട്ട് മനു ആണെങ്കിലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഹരിക്ക്. അപ്പോൾ മോനെ എന്തായാലും നിന്നെ ഇങ്ങനെ അടിച്ചല്ലോ മനു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഏട്ടനല്ലേ അടിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ, എന്നാലും ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഹരിയാണെങ്കിലും കമലേനോട് പറയുകയാണ് കേട്ടോ. പിന്നീട് അലീന ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോവാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ശർമ്മ ഡോക്ടറും ഒക്കെ റൂമിലേക്ക്
വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനും കൂടെ ഉണ്ട്. അപ്പോൾ അലീനയോട് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഭാരമുള്ള ജോലികളൊന്നും ചെയ്യരുത്, പാത്രമൊന്നും കഴുകരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വയറിലെ മസിലൊക്കെ ഇങ്ങനെ ഇതാവും, അപ്പോൾ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയ ജോലികളൊക്കെ ചെയ്യാം, നടക്കുകയൊക്കെ ചെയ്യാം എന്ന് പറയട്ടോ. അപ്പോൾ ശർമ്മ പറയുന്നുണ്ടായിരുന്നു, അതായത് മുളകിൻ്റെ ഞെട്ട് കളയാം, അതുപോലെ തന്നെ മുട്ടയുടെ തോട് കളയാം, ഉള്ളിയുടെ തൊലി കളയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നെ നോക്കണ്ട, മാഡം പറഞ്ഞതുപോലെ അങ്ങ് ഡോക്ടർ പറഞ്ഞതുപോലെ അങ്ങ് അനുസരിച്ചാൽ മതി എന്നിങ്ങനെ പറയേ. അത് കഴിഞ്ഞ് ഡോക്ടറാണെങ്കിലും ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം വിചാരിച്ചത് സാറിൻ്റെ മകളാണെന്നാണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അതുപോലെയൊക്കെ സാറിനോട് സംസാരിച്ചു അല്ലേ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഡോക്ടർ അലീനയോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മരുന്നൊക്കെ ഫാർമസിയിൽ നിന്ന് ഒരാഴ്ചത്തേക്കുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പോയാൽ മതി എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രൻ അലീനയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന വന്നാൽ അലീനനെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ഇത് വൈജയന്തിക്ക് ഉണ്ടാവും. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അലീനയോട്, കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് സുഖിച്ചതല്ലേ, അത്രയ്ക്കൊക്കെ റെസ്റ്റ് പോരെ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്ത് വിവരക്കേടാ വൈജയൻ നീ പറയുന്നത്, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്